ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു നെക്ലസിൻ്റെ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഗ്ലൂ ഞാൻ ഇവിടെ 8000 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് B7000 ഗ്ലൂ എടുക്കാം. പിന്നെ ഇത് ഇതുപോലത്തെ ബോൾ ചെയിൻ, റെഡ് സ്റ്റോൺ ചെയിൻ എടുത്തെങ്കിലും ഞാൻ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഗ്രീൻ മതിയെന്ന്, അതായിരിക്കും ഭംഗിയും തോന്നി. പിന്നെ മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ OHP ഷീറ്റും വാക്സ് ഷീറ്റുമാണ്. ഇതിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ വേണ്ടത് ഐപ്പിന്നാണ്. ഐപ്പിൻ നമുക്ക് ബാക്ക് ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബാക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക് ചെയിനൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കട്ട് ബീഡാണ് കേട്ടോ. പിന്നെ കുന്തൻ സ്റ്റോൺ, റെഡ് കുന്തൻ സ്റ്റോൺ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ. ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വരച്ചെടുക്കണം, ഒരു ഷേപ്പ് വരച്ചെടുക്കണം മാലയുടെ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഹെയർ ബോയാണ് എടുത്തിരിക്കുന്നത്, വയർ ഹെയർ ബോ. നിങ്ങൾക്ക് ഈ പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഷേപ്പ് വരുന്ന ഷേപ്പ് വരുന്ന എന്ത് ഐറ്റംസ് എടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. നെക്ലസിൻ്റെ ഒരു ഷേപ്പ് ചോക്കർ മോഡലാണല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ സൈഡും ഒരേപോലെ വരണം. നമ്മൾ കൈയൊക്കെ എടുത്ത് മാറ്റുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതില്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒറ്റ തവണ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഷേപ്പിൽ അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി പോവാം കേട്ടോ. ഇത് നമ്മൾ വയ്ക്കുമ്പോൾ മുകളിലേക്ക് കയറ്റിയൊന്നും വെക്കരുത്. കറക്റ്റ് ആ ഒരു നമ്മൾ എവിടെ നിന്നാണ് ഒട്ടിച്ച് തുടങ്ങുന്നത് വരച്ചിരിക്കുന്നത് അവിടെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ ഒരു ലൈനിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ആ കറക്റ്റ് ഒരു സൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് പോയാൽ പിന്നെ ആ ഷേപ്പ് മാറില്ല. ഫസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്നത് ആ ഷേപ്പ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ അതിലേക്ക് കൊടുത്തു. ആദ്യം നമ്മൾ ഇതുപോലത്തെ ബോൾ ചെയിനാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ബോൾ ചെയിൻ. അപ്പോൾ അത് അതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം കറക്റ്റ് നമുക്ക് എത്ര ലെങ്ത് വേണ്ടി വരുന്ന അറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ലെവലാക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ലെവലാക്കുക. ഡ്രൈ ആയതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് തന്നെ ലെവലാക്കി പോവാം. അതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അവിടെ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റ് നമ്മൾ വരച്ച ആ ഒരു ഷേപ്പ് തന്നെ അല്ലേ നോക്കുക. ഇനി നമ്മളിതിൻ്റെ ആ ഒരു അറ്റത്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ ഇത് വലിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു സൈഡിൽ ഒരറ്റത്ത് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ. ഇതേ കട്ട് ചെയ്ത് നമ്മൾ രണ്ടറ്റവും കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഒട്ടിക്കുന്നതിന് മുമ്പ് ലെവലാക്കാനുള്ളിടത്തൊക്കെ ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഗ്രീൻ സ്റ്റോൺ ചെയിൻ ഞാൻ ഇതുപോലെ അളവ് നോക്കി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും, കാരണം കറക്റ്റ് സൈസ് നോക്കാൻ പറ്റും. അവിടെ ഒരു ഷേപ്പ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ട് ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. താഴെയും ചെയ്യാം, പക്ഷേ താഴെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ വിചാരിച്ച ഡിസൈന് താഴെ ചെയ്താൽ പറ്റില്ല. അപ്പോൾ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെവലാക്കി പോകണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തൊരു കമ്മലിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു ജുമുക്കയാണ്, ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ജുമുക്കയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നല്ല ഒരു ഹെവി ലുക്കിലുള്ള ഒരു ട്രഡീഷണൽ ജുമുക്കയാണ്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ജുമുക്കയാണ്. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇതേ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് ഇനി ലെവലാക്കി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അറ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ലെവലായിട്ട് കിട്ടും. പിന്നെ എവിടെയെങ്കിലും കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, അതുപോലെ അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനിയാണ് നമ്മളിതിൻ്റെ അടിയിലാണ് നമ്മൾ കട്ട് ബീഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ബീഡും കുന്തൻ സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് ബോളിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കും കട്ട് ബീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കുന്തൻ സ്റ്റോൺ, അതാണ് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പ് കുന്തൻ സ്റ്റോൺ എടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഒരു വി മറിച്ചിടുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു കുന്തനും കൂടി ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഒന്ന് ലെവലാക്കി രണ്ടും കുന്തൻ സ്റ്റോണിൻ്റെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക. ഇനി അടുത്തതും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇടയിലൊരു ഗ്യാപ്പ് വരും, കാരണം ആ ഒരു ചെരിച്ച് വെക്കുമ്പോൾ ഗ്യാപ്പ് അവിടെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഗ്യാപ്പ് വന്നെന്ന് വെച്ച് അതൊരു ഭംഗികേടും തോന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ബോൾസിൻ്റെ ഇടയിലേക്ക് ഒരു കട്ട് ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. സൈഡിലേക്കൊന്നും ഇല്ലാതെ നമുക്ക് സെൻറ്ററിൽ ലോക്കറ്റ് വരുന്ന രീതിയിൽ ഒരു 3-4
കുന്തനും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സെൻറ്ററിൽ മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറൊരു മോഡലായിട്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ചോക്കറായിട്ട് ഫുള്ള് നമ്മുടെ നെക്ക് ഫുള്ളായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മളിനി ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നതെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഞാൻ ഈ കുന്തൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, അത് നമ്മുടെ ചെറിയ ബോൾ ചെയിൻ കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബീഡ് ചെറിയ സ്റ്റോണുകൾ നിങ്ങൾക്ക് കിട്ടും, അത് ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി ഇതിന് പകരം നമ്മൾ ഈ കുന്തന് പകരവും നമുക്ക് ഈ സെൻറ്ററിൽ റെഡ് സ്റ്റോൺ വാങ്ങിക്കാൻ കിട്ടും, അതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ച്, ഇതാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടല്ലോ കളർ കോമ്പിനേഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ ബോൾ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിലേക്ക് മാത്രം കൊള്ളുന്ന രീതിയിലുള്ള ബോൾ ചെയിനാണ്, എങ്കിലാണ് അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഓരോ പീസായിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു കണ്ടോ, ഞാൻ ആ രണ്ട് കുന്തൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വന്നു. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തിട്ട് വേണം ഐപ്പിന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഐപ്പിന്ന് എടുത്തിട്ടുണ്ട്, അതൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലെങ്ത്ത് കൂടിയ ഐപ്പിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് ഐപ്പിന്ന് പോലെ തന്നെ സെറ്റാക്കി എടുക്കുക. അതുപോലെ ഒന്ന് റൈറ്റിലേക്ക് വളച്ച് ലെഫ്റ്റിലേക്ക് നമ്മൾ ഇതുപോലെ 3 വട്ടം വളച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐപ്പിന്ന് നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ക്ലാസ്സിൽ, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ലെവലാക്കി ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പെയ്ഡ് ക്ലാസ് പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഫെബ്രുവരി ബാച്ച് 10th സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കിറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഐപ്പിന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ വാക്സ് ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഐപ്പിന് വെച്ചിട്ട് വാക്സ് ഷീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യുക. കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ബാക്ക് ത്രെഡ്, അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. ഇനി ഇതേ ഐപ്പിന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഐപ്പിന് സ്ട്രെയിറ്റ് വെക്കാതെ ഇതുപോലെ ഒന്ന് ചിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ബാക്ക് ത്രെഡ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ നെക്കിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ അതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തോളൂ, എങ്കിലാണ് ബാക്ക് ത്രെഡ് ആയാലും എന്ത് ബാക്ക് ചെയിൻ ആയാലും അത് കറക്റ്റ് നമ്മുടെ നെക്കിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്ക് ത്രെഡും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കഴുത്തിലിട്ടിട്ടുള്ള വ്യൂ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.